കോൺഗ്രസിൽ പൊട്ടിത്തെറി കടുക്കുന്നു. കെ മുരളീധരനെ പിന്തുണച്ച് എ ഗ്രൂപ്പ് കെപിസിസി പ്രസിഡന്റ് VM സുധീരന് കത്ത് നൽകി. സോളാർ കേസിലാണ് നടപടി ആദ്യം വേണ്ടത് എന്ന് ഉണ്ണിത്താൻ. കെ മുരളീധരൻ പെണ്ണായിരുന്നുവെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന വേശ്യയാകുമായിരുന്നുവെന്ന് ഉണ്ണിത്താൻ. കോൺഗ്രസ് ഉണ്ണിത്താൻ രാജിവെച്ചു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പരസ്പരം ചെളിവാരി എറിയുന്ന കാഴ്ചയ്ക്കാണ് സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയം വേദിയാവുന്നത്. പ്രതിപക്ഷം അതിന്റെ യഥാർത്ഥ റോൾ നിറവേറ്റുന്നില്ലെന്ന് വിമർശിച്ച് കെ മുരളീധരൻ ആദ്യ വെടിപൊട്ടിച്ചതോടെ യുദ്ധകാഹളം മുഴങ്ങി. ഉണ്ണിത്താന്റെ പ്രതികരണത്തിനെതിരെ മുരളി മാധ്യമങ്ങളെ കണ്ടതോടെ പ്രതികരണം മൂർച്ചയേറിയതായി മാറി. പാർട്ടിക്ക് ഞാൻ ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തിട്ടില്ല. എന്നെയൊന്നും ആരും ഒരു കേസിൽ മോറൽ ട്രാഫിക്കിന് എന്നെയൊന്നും ഇതുവരെ പ്രതിയാക്കിയിട്ടില്ല. എനിക്ക് പോലീസ് വണ്ടിയിൽ തലവലിച്ചിരിക്കേണ്ടി വന്നിട്ടില്ല. പാർട്ടി വക്താവെന്ന മേലങ്കി അണിഞ്ഞ് എന്തും വിളിച്ചു പറയാൻ ഉണ്ണിത്താനെ അനുവദിക്കരുതെന്ന് KC ജോസഫ് കത്ത് നൽകിയതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞു. വിമർശനത്തെ പോസിറ്റീവായി കാണുന്നു എന്ന് പറഞ്ഞ് ചെന്നിത്തല വിഷയം മയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പ്രകോപിതനായ ഉണ്ണിത്താൻ മുരളീധരനെതിരെ ആഞ്ഞടിച്ചു. മുരളീധരനെതിരെ ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഒരു കാര്യവും ഞാൻ പിൻവലിച്ചിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായി പറഞ്ഞത് അച്ഛൻ്റെ ശ്രാദ്ധ ദിവസം ഷാർജയിൽ പോയി. അദ്ദേഹം പോയത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാനാണെന്ന് അദ്ദേഹത്തിന് സമ്മതിക്കാവോ? പണ്ട് അദ്ദേഹം പറഞ്ഞു, അച്ഛനും മകനുമായി തെറ്റിയപ്പോൾ കരുണാകരൻ മരിക്കുമ്പോൾ കൊള്ളി വയ്ക്കാൻ വേറെ ആളെ നോക്കാൻ പറഞ്ഞു. കഴുതയ്ക്ക് കാമം വരുമ്പോൾ അത് കരഞ്ഞാണ് തീർക്കുന്നത്. പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിൻ്റെ ഭാഗ്യം. പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയായി മാറുമായിരുന്നു ഇയാൾ. മുരളീധരനെ കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ ഒരു പുതിയ കാമശാസ്ത്രം ഒരു പുസ്തകം കൂടി ഉണ്ടാക്കേണ്ടി വരും, പഴയത് കൂടാതെ. യുദ്ധം എപ്പോഴും നേരിട്ട് വേണം. പുറകിൽ നിന്ന് ആരെയും കുത്തരുത്. മുന്നിൽ നിന്ന് വേണം യുദ്ധം ചെയ്യാൻ, മുഖത്തോട് മുഖം. ഇപ്പം ചില ആളുകൾ KPCC ആക്രമിക്കുന്നത് ചില ശിഖണ്ഡികളെ മുമ്പിൽ നിർത്തിയാണ്. സോളാർ കേസ് ചൂണ്ടിക്കാട്ടി ഉമ്മൻചാണ്ടിക്കും കിട്ടി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കയ്യിൽ നിന്ന്. സോളാർ കേസിൽ ഇവിടെ കുറേ ആളുകൾക്കെതിരെ ഒരു പെൺകുട്ടി പറഞ്ഞല്ലോ അവളെ മാനഭംഗപ്പെടുത്തിയെന്ന്. ഈ പാർട്ടി എത്ര പേർക്കെതിരെ അന്വേഷണം വെച്ചു, എത്ര പേരെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഒരു പാർട്ടിക്കകത്ത് രണ്ട് കച്ചവടമാണ്, ഒരു ത്രാസിൽ രണ്ട് കച്ചവടമാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഈസ് എ സെൽഫ് മെയ്ഡ് മാൻ. ഒരാൾ എൻ്റെ കിണ്ണിവരലിൽ പിടിച്ച് പൊക്കിയിട്ടില്ല. മുരളീധരനെതിരെ ആഞ്ഞടിച്ചതിന് പിന്നാലെ വക്താവ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഉണ്ണിത്താൻ VM സുധീരന് കത്ത് നൽകി. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് വക്താവ് സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്തിൽ ഉണ്ണിത്താൻ പറഞ്ഞു. തൊട്ടുപിന്നാലെ രാജി VM സുധീരൻ അംഗീകരിച്ചു. DCC പുനഃസംഘടനയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ രൂപപ്പെട്ട കൊടുങ്കാറ്റ് സംഹാരഭാവത്തിൽ ആഞ്ഞടിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ജീവൻകുമാർ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം നടക്കുന്നില്ലെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി. അതേസമയം കെ മുരളീധരന്റെയും മുസ്ലിം ലീഗിന്റെയും വിമർശനങ്ങളെയും അഭിപ്രായത്തെയും പോസിറ്റീവായി എടുക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ജനുവരി 3-ന് UDF യോഗം ചേർന്ന് സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾ ചർച്ച ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് നടത്തിയ പ്രസ്താവന ഇങ്ങനെ: നിയമസഭയിൽ നല്ല സ്ട്രോങ് ആയിട്ട് UDF സജീവമായി നിലകൊണ്ടു. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരു സംഗതി കൂടുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഓരോ കക്ഷികളും കക്ഷി നേതാക്കന്മാർ നിലപാട് പറഞ്ഞു. കോൺഗ്രസ് നിലപാട് പറഞ്ഞിട്ടുണ്ട്, ലീഗ് പറഞ്ഞിട്ടുണ്ട്, ഘടകകക്ഷിയെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടായതിനെ പറ്റി നമ്മൾ ആ സമയത്ത് തീരുമാനിക്കേണ്ടതാണ്. അതേസമയം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം നടക്കുന്നില്ലെന്ന പ്രസ്താവനയ്ക്ക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മറുപടി ഇത്തരത്തിലായിരുന്നു. KPCC നേതൃത്വം കൊടുക്കുന്ന VM സുധീരൻ KPCC പരിപാടികളിട്ട് മുന്നോട്ട് പോകുന്നു, UDF പരിപാടികളിടുന്നു. ഈ സമര പരിപാടികൾ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. അതിന് കുറെ കൂടി ശക്തമായി മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് വളരെ വളരെ പോസിറ്റീവായൊരു സമീപനമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മുസ്ലിം ലീഗിന്റെയും കെ മുരളീധരന്റെയും വിമർശനത്തെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു. ജനുവരി 3-ന് ചേരുന്ന UDF യോഗത്തിൽ ജനകീയ പ്രശ്നങ്ങളിൽ സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭം ചർച്ച ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. എന്നാൽ പ്രതിപക്ഷം 6 മാസത്തിനുള്ളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ നടത്തി. ശക്തമായ പ്രക്ഷോഭം വേണമെന്ന ആവശ്യം സ്വാഭാവികമാണെന്നും മുസ്ലിം ലീഗ് ഹൈപ്പവർ കമ്മിറ്റി അംഗം PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDFൽ വഴക്കില്ലെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസിലെ വഴക്കിൽ പങ്കുചേരാനില്ലെന്നും കൂട്ടിച്ചേർത്തു. ഞാൻ ആ വഴക്കിലൊന്നും പങ്കുചേരാനില്ല. മധ്യസ്ഥ വഹിക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. 3-ാം തീയതി യോഗം ചേർന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ UDFിലുള്ളൂ. കൂടുതൽ ശക്തമായ പ്രക്ഷോഭം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായാണ് RSPയും രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കെട്ടിച്ചമച്ച കേസിൽ M മണി രാജിവെക്കേണ്ടതില്ലെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. അധാർമികതയിലൂടെ മണിയെ കേസിൽ ഉൾപ്പെടുത്തിയിട്ട് ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണമെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. EMSനെയും AKGയെയും നായനാരെയും VSനെയും ഇതുപോലെ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു.
യമനിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ മലയാളി വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജ്. സഹായം അഭ്യർത്ഥിക്കുന്ന ഫാദർ ടോം ഉഴുന്നാലിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടുവെന്നും എല്ലാ ഇന്ത്യക്കാരുടെയും ജീവൻ സർക്കാരിന് ഒരുപോലെ വിലപ്പെട്ടതാണെന്നും സുഷമ സ്വരാജ് ട്വീറ്റ് ചെയ്തു. കഴിഞ്ഞ മാർച്ച് മാസം യമനിലെ ഏദനിൽ നിന്നും ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നാലിൽ മോചനത്തിനായി സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ട്വിറ്ററിലൂടെ പ്രതികരിച്ചത്. ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിനായി സർക്കാർ എല്ലാ ശ്രമവും തുടരുകയാണ്. എല്ലാ ഇന്ത്യക്കാരുടെയും ജീവൻ സർക്കാരിന് ഒരുപോലെ വിലപ്പെട്ടതാണെന്നും സുഷമ സ്വരാജ് വ്യക്തമാക്കി. ഫാദറിന്റെ മോചനത്തിനായി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായും യമനിലെ പ്രാദേശിക ഭരണകൂടവുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് വിദേശകാര്യ വക്താവ് വികാസ് സ്വരൂപ് ഇന്നലെ അറിയിച്ചിരുന്നു. തന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാരും കത്തോലിക്ക സഭയും ആവശ്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നായിരുന്നു വീഡിയോ സന്ദേശത്തിൽ ഫാദർ ടോം ഉഴുന്നാലിൽ കുറ്റപ്പെടുത്തിയത്. ഇന്ത്യക്കാരനായതുകൊണ്ടാണ് തനിക്ക് ഈ ഗതി വന്നതെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ആരോഗ്യം മോശമാണെന്നും വൈദ്യസഹായം വേണമെന്ന അഭ്യർത്ഥനയും 5 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള വീഡിയോ സന്ദേശത്തിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് പ്രതിസന്ധിയിൽ വിശദീകരണം നൽകാനായില്ലെങ്കിൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലാണ് രാജി ആവശ്യം ഉന്നയിച്ചത്. ഇടതു പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. പ്രധാനമന്ത്രി രാജിവെക്കുന്നതുവരെ രാജ്യവ്യാപക പ്രതിഷേധം നടത്തുമെന്നും സംയുക്ത പ്രസ്താവന. അതേസമയം നീതി ആയോഗിലെ സാമ്പത്തിക വിദഗ്ധരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഡിസംബർ 30-നകം നോട്ട് പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പാകില്ലെന്ന് വ്യക്തമായതോടെയാണ് പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചത്. തുടരുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. രാജിവെച്ചില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാക്കുമെന്നും പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. 30 दिसंबर को सब कुछ ठीक हो जाएगा. सब लोगों ने प्रधानमंत्री को बताया और कोई भी इकोनॉमिस्ट से आप पूछ लीजिए, कोई भी अखबार इकोनॉमिस्ट का आर्टिकल कोई भी पढ़ लीजिए, सब के सब कह रहे भैया ये ठीक नहीं होने वाला है, इसमें कम से कम 6-7 महीने लगेंगे. तो सवाल है जिम्मेदार कौन है? തൃണമൂൽ കോൺഗ്രസ്, RJD, മുസ്ലിം ലീഗ്, JDS, AUDF, JMM അടക്കമുള്ള പാർട്ടികൾ പങ്കെടുത്ത യോഗത്തിൽ നിന്ന് ഇടതു പാർട്ടികളും NCP, JDU അടക്കമുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടികളും വിട്ടുനിന്നു. കോൺഗ്രസ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇടതു പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. സ്വിസ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പാർലമെന്റിന് മുന്നിൽ വയ്ക്കാൻ സർക്കാർ തയ്യാറാണോ എന്ന് പ്രതിപക്ഷം ചോദിച്ചു. അതേസമയം ഡിജിറ്റൽ ചൂടുവയ്പ് എന്ന രീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധം നേരിടാനാണ് സർക്കാർ ആലോചന. നീതി ആയോഗിലെ 15-ൽ പരം സാമ്പത്തിക വിദഗ്ധരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. അസാധു നോട്ടുകൾ നിക്ഷേപിക്കാനുള്ള ഇളവ് നീട്ടി നൽകി നിയന്ത്രണം തുടരാനാണ് സർക്കാർ നീക്കം. സർക്കാർ ആവശ്യപ്പെട്ട 50 ദിവസത്തെ സമയം തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യം കോൺഗ്രസ് ശക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിച്ചു നിർത്തി ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കാനാകാത്തത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് പ്രതിസന്ധിയിൽ LDF നടത്തുന്ന മനുഷ്യചങ്ങല വൻ വിജയമാക്കണമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. മനുഷ്യചങ്ങല കേന്ദ്ര സർക്കാരിന് താക്കീതായി മാറുമെന്നും വൈക്കം വിശ്വൻ പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്ഭവൻ മുതൽ കാസർഗോഡ് ടൗൺ വരെയാണ് മനുഷ്യചങ്ങല. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് 700 കിലോമീറ്റർ നീളത്തിൽ മനുഷ്യചങ്ങല തീർക്കും. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് നട അടച്ചു. മകരവിളക്ക് മഹോത്സവത്തിനായി അയ്യപ്പ സന്നിധി 30-ന് വൈകിട്ട് 5-ന് വീണ്ടും തുറക്കും. മണ്ഡല പൂജകൾ പൂർത്തിയാക്കിയാണ് നടയടച്ച് തന്ത്രി കണ്ഠരര് രാജീവരുടെയും മേൽശാന്തി TM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ പൂജകൾ നടത്തിയത്. ഇടുക്കി വാഗമണ്ണിൽ പ്രവർത്തനം ആരംഭിച്ച വസിഷ്ഠ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആയുർവേദ ചികിത്സാ കേന്ദ്രം പീരുമേട് MLA ES ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. ആതുര ശുശ്രൂഷ രംഗത്ത് മലയോര ജില്ലയിൽ തങ്ങളുടേതായ സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ചികിത്സാലയത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മെഗാ മെഡിക്കൽ ക്യാമ്പും എക്സിബിഷനും നടന്നു. ചടങ്ങിൽ വസിഷ്ഠാശ്രമം പ്രസിഡന്റ് പ്രൊഫസർ സരസ്വതി ദേവി അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ഡോക്ടർ K യോഗിദാസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി TK മനോഹരൻ നന്ദിയും പറഞ്ഞു.